Hello guys, welcome back to my channel. നമ്മളിന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെയാണോ കിട്ടുന്നത് അതേ രീതിയിൽ നമ്മളിന്ന് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷർമെൻറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ലെങ്ത്ത് എടുക്കുക 54 ഇഞ്ചസ് ആണ്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഷോൾഡർ 7 ഇഞ്ചസ്, നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചസ്, നെക്ക് ഡെപ്ത്ത് 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആം ഹോള് നമ്മൾ 10 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ചെസ്റ്റ് ലൈന് നമ്മൾ 11.5 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കുക. ഡീറ്റെയിൽ ആം ഹോൾ കട്ടിംഗ് ഒക്കെ നമ്മൾ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റ് വിഡ്ത്ത് എൻഡിൽ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി വാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ കിട്ടുക. അപ്പം നമ്മൾ അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 200 രൂപയുടെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കടയിൽ കൊടുക്കുവാണെങ്കിൽ തന്നെ ഒരു 400 റുപ്പീസിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഇനിതാ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വാങ്ങുമ്പോൾ ഷേപ്പൊന്നും ഉണ്ടാവത്തില്ല. അത് കറക്റ്റായിട്ട് ആ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മളിതാ ഇനി സ്ലീവാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കിട്ടത്തില്ല. സോ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്നുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ഏരിയയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്ന പോലെ ഒരു 10 ഇഞ്ചസ് അകലത്തിൽ ചെറിയ ഒരു ഷേപ്പ് ഇട്ട് 1 ഇഞ്ച് അകലത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. നമുക്ക് എക്സ്ട്രാ മെറ്റീരിയലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 3/4 സ്ലീവ് നമുക്ക് കിട്ടും. ഈ ചെറിയ സ്ലീവാണ് വേണ്ടതെങ്കിൽ നമുക്ക് ലെങ്ത് ഒന്ന് കുറച്ചാൽ മതി. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കി നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ സ്ലീവും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു 12 ഇഞ്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ സ്ലീവും കാര്യങ്ങളുമൊക്കെ കിട്ടും. ഇനി നമ്മളതിൻ്റെ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ബിഗിനേഴ്സിനൊക്കെ പെർഫെക്റ്റായിട്ട് കട്ട് പീസ് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒരു തൂങ്ങി നിൽക്കാത്ത വിധത്തിലൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത് ബാക്കിൽ ക്രോസ് പീസാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നൈറ്റീസിലൊന്നും ഷേപ്പ് ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷേപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് കടയിലോ ഓൺലൈനായിട്ടോ ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.